നമ്മുടെ പ്രമോദിൻ്റെ പ്രശാന്തിൻ്റെ കുടുംബാംഗങ്ങളെ സുഹൃത്ത് പ്രശാന്തിൻ്റെ മരണത്തിനും ഞാൻ പങ്കെടുത്തിരുന്നു. വാസ്തവത്തിൽ അന്ന് വൻ ജനാവലിയായിരുന്നു പ്രശാന്തിൻ്റെ മരണത്തിന് അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും പ്രശാന്തിൻ്റെ അനിയനായ പ്രമോദ് ഒരു നല്ലൊരു സംരംഭമാണ്. സ്വന്തം ജ്യേഷ്ഠനെ ഓർക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനം ഇതിൻ്റെ ചരമ ദിവസം ആചരിക്കണം എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. നല്ലൊരു കാര്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ചു. പ്രശാന്ത് മരിച്ച സമയത്തെല്ലാം പ്രമോദ് വേറൊരു വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ട്. പ്രശാന്തിൻ്റെ മരണശേഷം അമ്മയെ ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ല. അമ്മയുടെ മാനസികാവസ്ഥ വളരെ മോശമായി. അപ്പോൾ അമ്മയ്ക്കൊരു താങ്ങായി പ്രമോദും കൂടെ അമ്മയുടെ കൂടെ അന്ന് മുതൽ അമ്മയ്ക്ക് താങ്ങായി അമ്മയുടെ കൂടെ വന്നു. അതൊരു വലിയൊരു താങ്ങ് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ചരമവാർഷികത്തിനും ഞാൻ പ്രമോദിൻ്റെ വീട്ടിൽ പോയിരുന്നു. അന്ന് അവിടെ നടന്ന ആ കാര്യങ്ങളെല്ലാം ഞാൻ പങ്കെടുത്തു. എന്തായാലും ഒരു ജ്യേഷ്ഠനെ ഇത്തരത്തിൽ സ്നേഹിക്കുന്ന ഒരു അനിയൻ, ഇതിൽ കൂടുതൽ വേറെ ഒരു ഉപകാരം ആ ജ്യേഷ്ഠന് നൽകാനില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ആ ദിവസം കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ഈ പറഞ്ഞുള്ള രോഗികൾക്ക് സഹായവും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതാണ് ഒരാൾ നമ്മൾ അനുസ്മരിക്കുന്ന തന്നെ ഏറ്റവും നല്ലത് എന്ന് ഞാൻ വിചാരിക്കും. തുടർന്നും എല്ലാ വർഷങ്ങളിലും ഈ പ്രശാന്തിൻ്റെ വാർഷികത്തിന് ഇതേപോലുള്ള ഉദ്യോഗകൾ ഉണ്ടാകട്ടെ. ഇവിടെ ഇന്ന് ഈ അനുസ്മരണത്തിന് പങ്കെടുക്കാനെത്തിയിരിക്കുന്ന പ്രശാന്തിൻ്റെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ മനസ്സാ സ്മരിച്ചുകൊണ്ട് പ്രശാന്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്ന ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.